chain of 6 carbon atoms is given below. കാർബണിന്റെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ആഡിങ് ഹൈഡ്രജൻ ആറ്റം ടു ഈച്ച് കാർബൺ ആറ്റം. ഓരോ കാർബൺ ആറ്റത്തിനും ഹൈഡ്രജൻ ആറ്റത്തിന് കൊടുത്തിട്ട് ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. നമുക്ക് തന്ന ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്, അതിനെ കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. എങ്ങനെയായിരിക്കും കംപ്ലീറ്റ് ആക്കേണ്ടത്? എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിയേ. ഇതിലിപ്പോ ഫസ്റ്റത്തെ കാർബൺ നോക്കിയെന്നെങ്കിൽ ആ ഫസ്റ്റത്തെ കാർബൺ ചുറ്റും എത്ര ബോണ്ടായില്ലത്? ആകെ ഒരു ബോണ്ടായില്ലത്. ഈ ഒരു ബോണ്ടാണ് ആകെ ഉള്ളത്. അപ്പൊ ആ കാർബൺ സ്റ്റേബിൾ ആണോ? കാർബൺ സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര ബോണ്ട് വേണം? അതിന് ചുറ്റും 4 കെമിക്കൽ ബോണ്ട് വേണം. ഇവിടെ ഇപ്പൊ എത്ര ബോണ്ടായുള്ളത്? ആകെ ഒരു ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കാർബൺ സ്റ്റേബിൾ ആക്കണമെങ്കിൽ എത്ര ബോണ്ട് വരക്കണം? ബാക്കി 3 ബോണ്ടും കൂടി വരക്കണം. ആ 3 ബോണ്ട് ആരുമായിട്ട് ഫോം ചെയ്യുന്നത്? ബൈ ആഡിങ് ഹൈഡ്രജൻ ആറ്റം ടു ഈച്ച് കാർബൺ ആറ്റം. നമ്മളവിടെ ആരെയാ വരക്കേണ്ടത്? ഹൈഡ്രജൻ ആറ്റത്തിനെ വെച്ചിട്ട് ഈ ഒരു സ്ട്രക്ചർ കംപ്ലീറ്റ് ആക്കി ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ചെയ്ത് നോക്കിയേ.